വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പനീർ ബട്ടർ മസാല കേട്ടോ. അതും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഫാമിലിയിൽ എല്ലാവരും നമുക്ക് ഗസ്റ്റൊക്കെ ആയിട്ട് കുറേ പേരൊക്കെ വരുമല്ലോ, അതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണ്. ഒന്നില്ലെങ്കിൽ ചപ്പാത്തി മറ്റേ പനീർ ബട്ടർ മസാല, ഇല്ലെങ്കിൽ ബട്ടൂര പനീർ മസാല കേട്ടോ. അപ്പോൾ എൻ്റെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒരുപാട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ പനീർ ബട്ടർ മസാല കേട്ടോ. അപ്പോൾ അവരെന്നോട് എപ്പോഴും ചോദിക്കും ഇതിൻ്റെ റെസിപ്പി ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ റെസിപ്പി ഇടുന്നത്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പനീരാണ് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 300 ഗ്രാം പനീരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കിയ പനീരാണ്. ഹോം മെയ്ഡ് പനീർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കാൻ മറക്കല്ലേ. പിന്നെ വേണ്ടത് ഒരു 3 കഷ്ണം പട്ട, ഒരു 6-7 ഗ്രാമ്പു, ഒരു 5 ഏലക്ക. പിന്നെ പട്ടയുടെ ഇല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇടാം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ബട്ടറാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ. ഇതൊരു 10-20 അണ്ടിപ്പരിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് വേണം ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 4 വലിയ തക്കാളി, ഒരു 5 വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്തൂരി മേത്തിയാണ്. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലുവച്ചീരയാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും വേണ്ടതാണ്, ഒരു ബെസ്റ്റ് ഫ്ലേവർ തരുന്ന ഒരു സാധനമാണ്. പിന്നെ നമുക്കൊരു 1/2 ഗ്ലാസ് പാല് വേണം. അപ്പോൾ ഞാനിത് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പാൻ ഇത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കുറച്ച് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 2 ഏലക്കയും 2 കഷ്ണം പട്ടയും പിന്നെ ഒരു ഗ്രാമ്പു ഒരു 3 ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പട്ടയുടെ ഇല ഉണ്ടായിരുന്നില്ല, അത് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി, അത് നിർബന്ധമില്ല. പിന്നെ നമ്മൾ ഇടുന്നത് സവാളയാണ് കേട്ടോ. അപ്പോൾ സവാളയ്ക്ക് ആകൃതിയൊന്നും വേണ്ട കേട്ടോ. നമ്മളിത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പോകുന്ന സാധനമാണ്, അതുകൊണ്ട് സവാളയുടെ ആകൃതിയൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. പിന്നെ നമുക്ക് ആ ഒരു കഷ്ണം ഇഞ്ചി ഉണ്ടായിരുന്നു, 2 കഷ്ണം വെളുത്തുള്ളി ഉണ്ടായിരുന്നു. അതും ഇതിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് സോൾട്ട് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്ന് ഉള്ളി വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന ഒരു ചെറിയ ടിപ്പൊക്കെയാണ് കേട്ടോ. അതൊന്ന് വഴഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 4 വലിയ സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒരുപാട് നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നവരൊന്നും വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു നോർമൽ കളർ വന്നാൽ മാത്രം മതി കേട്ടോ. അതിന് ശേഷം നമ്മളിത് ഒരു 15-20 അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഇതിൻ്റെ ആ ഒരു കുത്തൊക്കെ വിടണം, ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ റോസ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പക്ഷെ ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിന്. അതിനുശേഷം നന്നായിട്ട് ഇത് ചൂടാറിയിട്ട് നന്നായിട്ട് മിക്സിയിൽ ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചൂടാറിയിട്ട് ഇത് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു പാൻ വെച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്തെത്ര ബട്ടർ ഇടുന്നതെന്നൊന്നും വിചാരിക്കേണ്ട, ബട്ടർ പനീരാണ്. അപ്പോൾ ബട്ടർ ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല കേട്ടോ. അപ്പോൾ ബട്ടർ മെൽട്ടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബാലൻസ് ഗ്രാമ്പു, പട്ട, പിന്നെ ഏലക്ക, പിന്നെ ആ പട്ടയുടെ ഇലയില്ലേ അതുകൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിത് 1.25 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 സ്പൂണല്ല, 1.25 സ്പൂൺ മുളക് പൊടി, 1.25 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതേപോലെ തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 1.5 സ്പൂൺ ഗരം മസാല. ഇതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് കറക്റ്റായിട്ട് തന്നെ ഇടണം കേട്ടോ. കൂടിപ്പോയാൽ ടേസ്റ്റ് മാറും, കുറഞ്ഞു പോയാലും ടേസ്റ്റ് മാറും കേട്ടോ. നന്നായി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ബബിൾ പോലെ ഇങ്ങനെ വരും, അപ്പോൾ തെറിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അതിന് ശേഷം നമ്മൾ മിക്സിയിലത്തെ അതൊന്നും കഴുകിയിട്ട് ആ കുറച്ച് വെള്ളം അതിലൊഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഷുഗറാണ്. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അളവിൽ തന്നെ നിങ്ങളിത് ചെയ്താൽ മാത്രമാണ് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് എന്താ പറയുക പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അളവൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ആകെ കുളമായി പോകും കേട്ടോ. അപ്പോൾ ഇതേ അളവിൽ തന്നെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ രീതിയിലുള്ള പനീർ ബട്ടർ മസാല നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളൊരു ക്രീമി ആയിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഇതിന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന്
അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഒന്ന് എന്താ പറയുക കുറച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു 10 മിനിറ്റ്. അതിന് ശേഷം നമുക്ക് വേണ്ടത് പനീരാണ്. അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രൈ ചെയ്യാതെ തന്നെ നമുക്കിതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് പനീർ കുക്കാവാൻ അത്ര നേരമൊന്നും വേണ്ട കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ മതി കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പനീരൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീമി ടെക്സ്ചർ ആയിരിക്കണം നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ടത്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാനും പാടില്ല കേട്ടോ, ഒരുപാട് കട്ടിയാവാനും പാടില്ല. അപ്പോൾ എന്തായാലും ഇതേപോലെ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പനീരൊക്കെ കുക്കായതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു അര സ്പൂൺ, ഒരു സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല, ബട്ടർ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് അര ഗ്ലാസ് പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീം ഇതിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റുള്ള ക്രീമി ആയിട്ടുള്ള ബട്ടർ പനീർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിത് പാൽ ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതേ നമ്മുടെ കസ്തൂരി മേത്തി ഇത് ലാസ്റ്റാണ് ചേർക്കുക കേട്ടോ. അത് നമ്മളിതേ കയ്യിൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യുക. നമ്മൾ കൈയും കൊണ്ടൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഇത് തിരുമ്മിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഡയറക്റ്റായിട്ട് അങ്ങനെ ചേർക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ഇടുമ്പോൾ ഇതിലേക്ക് നല്ല ആ ഒരു എന്താ പറയുക, ആ ഒരു ഉലുവച്ചീരയുടെ ആ ഒരു സ്പൈസസ് മൊത്തം അങ്ങോട്ട് ഇറങ്ങി ചെല്ലും കേട്ടോ. ഇതാണ് ശരിക്കും ലാസ്റ്റ് ഇടുന്ന ആ ഒരു ഇതാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയായി കഴിഞ്ഞു. ഇത് സർവ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ചെറിയ കഷ്ണം എന്താ പറയുക ബട്ടർ ഇട്ടിട്ട് സെർവ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇതുപോലെയൊക്കെ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് ഒരു ചെറിയൊരു ബട്ടർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് കമൻറ്റിൽ എന്തായാലും അറിയിക്കണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളിത് ചപ്പാത്തി വെച്ചിട്ടാണ് ഇന്ന് കഴിക്കുന്നത് കേട്ടോ. അത് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ്. അപ്പോൾ പനീർ ബട്ടർ മസാല രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, ക്ലാസ്സിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നന്ദു വേണമെന്ന് തലേ ദിവസം പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റുള്ള ചപ്പാത്തിയിലോ ഇല്ലെങ്കിൽ നമ്മുടെ പൂരിയിലൊക്കെ നമുക്ക് തൊട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അതേപോലെ പൊറോട്ടയ്ക്ക് പറയാൻ ഒന്നുമില്ല, രക്ഷയില്ലാത്തൊരു സംഭവമാണ് പൊറോട്ട കേട്ടോ. പൊറോട്ടയും പനീർ കറിയും അടിപൊളിയാണ്. അപ്പോൾ എന്താ പറയുക, ഇത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് നന്ദുവിന് കഴിക്കാൻ കൊടുത്തു നോക്കാം കേട്ടോ, എങ്ങനെയുണ്ട് എന്നുള്ളത് അവൻ പറയട്ടോ. സൂപ്പറുണ്ട്, പറയാനൊന്നുമില്ല, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വീട്ടിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കാം, എല്ലാവർക്കും ഇഷ്ടം. അപ്പം എല്ലാവർക്കും നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പീസ് എൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.